കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടാണ് അന്ന് കേരള കോൺഗ്രസിന് രൂപം കൊടുത്തത്. ആ കേരള കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് ഐക്യമുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കാൻ കഴിയുക? ഒരുപക്ഷെ കേരള കോൺഗ്രസ് 64 ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാനൊരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുക. പക്ഷേ അന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ദുസ്സഹമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നതെന്ന്, ആന്റി കോൺഗ്രസ് മൂവ്മെന്റ് ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നതെന്ന് കേരള കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിലൂടെ കൈകോർത്തപ്പോഴായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാനും വിജയിക്കുവാനും പരാജയപ്പെടുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും MLA ആകുന്നതും മന്ത്രിയാകുന്നതും മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം നല്ല ബോധ്യം എനിക്കുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങളൊന്നും തന്നെ എന്റെ അവസാനമായിരുന്നില്ല. അവിടെ നിന്ന് തിരിച്ചുവരവ് എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നെ സമയത്തോളം, ഈ നിയോജകമണ്ഡലത്തെ സമയത്തോളം ഇത് ഇടതുപക്ഷനായകരുടെ മണ്ഡലമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന്റെ കണക്കെന്താണ്? ഇടതുപക്ഷ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിച്ചാൽ ഇടതുപക്ഷനായ്ക്ക് മുന്നണിക്ക് 40,000 വോട്ട് ഇവിടെ ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? BJP 34,000 വോട്ട്. നമ്മൾ BJPയുമായിട്ടുള്ള വ്യത്യാസം എത്ര? 6,000 വോട്ട്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് UDF. എത്രയാ വോട്ട്? 32,000 വോട്ട്. നമ്മുടെ UDFുമായിട്ടുള്ള വ്യത്യാസം എത്ര? 8,000 വോട്ട്. അപ്പൊ ഈ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷനായ്ക്ക് മുന്നണിയുടെ മുഖ്യ എതിരാളി ആര്? BJP ആണ്, കോൺഗ്രസ് അല്ല, UDF അല്ല. കാരണം 6,000 വോട്ടിന്റെ വ്യത്യാസമാണ് BJPയുമായിട്ടുള്ളത്, 8,000 വോട്ടിന്റെ വ്യത്യാസമാണ് കോൺഗ്രസുമായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ കാലാകാലങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായിട്ട് മത്സരിച്ച് 10 വർഷം ഇവിടെ ജയിച്ച് MLA ആയി മന്ത്രിയായ ആള്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസുകാരൻ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസുകാരൻ എന്തിനിവിടെ നിന്ന് മാറി? എന്തിനിവിടെ നിന്ന് മാറി? അദ്ദേഹം മത്സരിക്കുന്നത് അരുവിക്കരയിലാണ്. അരുവിക്കരയിലെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ BJP എന്തിന് നൽകി? ഇവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയെ എന്തിന് UDF നൽകി? അവിടെയാണ് തിരുവനന്തപുരവും അരുവിക്കരയും തമ്മിലുള്ള കോൺഗ്രസ് BJP ഡീല് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയം നമ്മൾ മറന്നു പോകരുത്. എന്നോട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ സമുന്നതരായ 2 നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, ശിവകുമാറിനെ അരുവിക്കര നിർത്തി, തിരുവനന്തപുരത്ത് ദുർബലനായ UDF സ്ഥാനാർത്ഥി നിർത്തി, അരുവിക്കരയും തിരുവനന്തപുരവും തമ്മിലുള്ള ഡീല് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഡീലിന്റെ കഥ പറയുന്ന കോൺഗ്രസുകാരൻ UDFകാരൻ മനസ്സിലാക്കണം, നിങ്ങളുടെ ഡീൽ ഈ മണ്ഡലത്തിലെ പ്രബുദ്ധരായ സമുദായകർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കോൺഗ്രസുകാർ മുഴുവൻ ഇവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് അരുവിക്കരയിലേക്ക്? എന്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാർ ഇവിടെ നിൽക്കുന്നില്ല? അതാണ് ഡീലിന്റെ മുഖം തുറന്നു കാണിക്കുന്നത്. അപ്പോ ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി, BJP അവിടെ നിർത്തി, UDF ഇവിടെ നിർത്തി. ഇവിടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് 15 വർഷം തുടർച്ചയായി മത്സരിച്ച ഒരാൾക്ക് ഇവിടെ നിന്ന് മാറേണ്ട സാഹചര്യം എന്ത്? ഇവിടെ 2 പ്രാവശ്യം MLA ആണല്ലേ, പരാജയം സംബന്ധിച്ച് ഇവിടുന്ന് പോയതെന്ത്? അപ്പോ അവിടെയാണ് BJP UDFന്റെ ഡീല് തുറന്നു കാണിക്കുവാനും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മത്സരം ഐക്യജനാധിപത്യ മുന്നണിയുമായിട്ടല്ല, മറിച്ച് BJPയുമായിട്ടാണ്. ഇതിനു മുമ്പ് ഇവിടെ പരസ്യമായി BJPയുമായി ഡീലുണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടാക്കി 2001. അന്ന് ഞാൻ മത്സരിച്ചപ്പോൾ ഇന്നത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ ഗുരു MV രാഘവൻ ഇവിടെ മത്സരിച്ചു. MV രാഘവൻ മത്സരിച്ചപ്പോൾ 2001 എന്തായിരുന്നു ഇവിടെ? കേരളത്തിലെ 139 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥി നിർത്തി താമര ചിഹ്നത്തിൽ. ഈ മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥിയില്ലാതിരുന്ന കേരളത്തിലെ ഏക മണ്ഡലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.